ഇതാരാ ചേച്ചിയുടെ മോളാണോ? മോളുടെ പേരെന്താ? കല്ലു. കല്ലു. അമ്മ ശരിക്കും പേര് പറഞ്ഞു കൊടുക്കമ്മ. ഓ പറഞ്ഞു കൊടുക്കാലോ. കല്യാണി ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി സിദ്ധാർത്ഥ്. ഓ വലിയ പേരാണല്ലോ. അച്ഛന്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ എല്ലാവരുടെയും പേരുണ്ട്. ഞാൻ പറഞ്ഞു മാമന്റെ പേരുടെ കേട്ടില്ലല്ലേ ചേച്ചി? എന്തായാലും മോളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കൂട്ടുകാരനെ കാണാൻ വന്നല്ലോ, നന്നായി. ആഹാ അടിപൊളി. ഇപ്പഴാ ശരിക്കും നന്നായത്. ஹாய் கேஷு. ஹாய் அலீனா. ஹாய் ஜிஜி. അലീന, ഞാൻ നേത്തേക്ക് കൂടെ ഒന്ന് നനച്ച. ഞാനും ആലോചിച്ചു മെർലിൻ ചേച്ചി മുംബൈ പോയല്ലേ, അതുകൊണ്ട് ചേച്ചി വരുമല്ലോ. മോളെ മോക്ക് സുഖല്ലേ? ஆமாம்மா சுகம். அம்மாமைக்கோ? സുഖമായിട്ടിരിക്കുന്നു. கேஷு ഇതാരാ? ആരാ? ഇതാരാ കേശു? ഏ? ഇതാരാ? എടാ കേശു, പറയടാ നിന്റെ കൂട്ടുകാരിയാന്ന്. കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അമ്മൂമ്മ പറയും അമ്മൂമ്മയുടെ കൂട്ടുകാരിയാണെന്ന്. പേരെന്താ? ഹരിത. തന്റെ പേരെന്താ? അലീന. അലീന ഫ്രാൻസിസ്. അലീന ഫ്രാൻസിസ്. ആ കേശു പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശിവാനിയുടെ ക്ലാസ്മേറ്റ്. അതെ അതെ. ഹായ്. ഹായ്. ശരി എന്നാ ഡിലേറ്റാ പറയാം. ഇങ്ങനെ ഉലാട്ടിക്കൊണ്ട് നടന്നോ? എന്ത്? ആ അലീന ഉണ്ടല്ലോ, ആ ഹരിത എടുത്ത് ഓരോന്നൊക്കെ കുത്തി കുത്തി ചോദിക്കുന്നു. എന്തൊരു കുത്തി കുത്തി ചോദിക്കാൻ കുത്തി കുത്തി ചോദിക്കാൻ എന്തിരിക്കണേ? ഞങ്ങള് ചെറിയ ഫ്രണ്ട്സ് അല്ലായിരുന്നോ? ചേച്ചിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക. ഓ, മോൻ ഈ കൊച്ചിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടോ? കൊറേ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അല്ല ഐ ലവ് യുന്നോ ഐ ലൈക്ക് യുന്നോ ഐ മിസ് യുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാനാ? എടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയടാ, എന്നിട്ട് വേണം എനിക്ക് അതനുസരിച്ച് ഡീൽ ചെയ്യാൻ. പറഞ്ഞോ? നമ്മൾ ഈ ചെറുതിലെ എന്തൊരു അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളിപ്പോ വേറെ അറിയൂ എന്ന് ചോദിക്കൂല. അതേപോലെ ഐ ലവ് യു പറയണ എന്തിന്? ചേച്ചി എന്തിനാ ചേച്ചി വഴി കൂടെ പോകുന്നതിനൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നീ എന്താണ് വഴി കൂടെ പോണവരോട് ഐ ലവ് യു പറയാൻ നിൽക്കുന്നത്? റോട്ടിൽ കൂടെ ഇപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ പെൺപിള്ളേരും. ചേച്ചി കേശു ഉണ്ടോ വീട്ടില്? കേശു അവിടെ ഉണ്ടോ? കേശു ഇവിടെ ഉണ്ടോ? എന്തുവാടാ ഇത്? ഇപ്പം എന്തൊരു പറഞ്ഞപ്പോഴാണ് വിളിച്ചോണ്ട് വന്നത്? ആ എന്റെ അടുത്ത് ലച്ചു ചേച്ചി അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ തന്നെ വിളിച്ചോണ്ട് വന്നോ? ഇല്ല, എന്റെ അടുത്ത് നിന്റെ കാര്യം ചോദിച്ചു. ഞാൻ കേശുവിന്റെ കൂടെ പഠിച്ചതാ, കേശുവിന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കോ കേശു വളർന്നു എന്ന്. ആ ചോദ്യത്തിൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി. എന്നെ കൊണ്ടത് പറയും. നിങ്ങൾ അവിടുന്ന് മുങ്ങിയല്ലേ തുടങ്ങിയത്? എനിക്ക് മനസ്സിലായി. നിങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യല്ലേ അന്ന് ഏറിയനെ എങ്ങനെ ഒഴിവാക്കുമെന്ന്. നീ പോയാ വെച്ചേ? നീ പോടി ഒളിക്കൊണ്ട് നിക്കണ നോക്ക്. നീ അടുക്കളയിലോട്ട് വല്ലോ. ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങ് നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേ? നിങ്ങളവിടെ ചിരിച്ച് കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു, പിന്നെ ഞങ്ങൾ എന്തിനാ അവിടെ നിന്ന് ശല്യപ്പെടുത്തുന്നേന്ന് വിചാരിച്ചു. അലീന ചേച്ചി ഹരിത ചേച്ചി ക്ലോസ് ഫ്രണ്ട്സ് ആയല്ലേ? അതാര് പറഞ്ഞ്? ആരെങ്കിലും പറയണോ? കണ്ടറിയത്തില്ലേ? കാറു കൂടുതൽ സുഖിപ്പിക്കല്ലേ. ഞാൻ ഒരു സത്യം പറയാം, അലീന ചേച്ചിയും കേശവനാണ് ഏറ്റവും നല്ല മാച്ച്. ആർക്കും ഏതായാലും തോന്നിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, ഇത് തന്നെ നീ മെർലിനോടും പറഞ്ഞിട്ടുണ്ടാവല്ല. ഇതെന്തോന്ന് ഇത്? ഓപ്പൺ ചർച്ച ചെയ്യുമ്പോ വീടിന്റെ അകത്തായ ഇവിടെ ചോദിക്കാനും പറയില്ല ആരുമില്ലെന്ന് വിചാരം. അത് മെർലിനോട് വന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എല്ലാവർക്കും ഒന്നും പ്രോബ്ലം ഇല്ലല്ലേ? ഞാൻ ഇവിടെ വരണത് ചേച്ചിക്ക് ഇഷ്ടമല്ല. ഞാൻ പോട്ടെ. അയ്യ അലീന,
അലീന ഇവിടെ വരുന്നോണ്ട് എനിക്ക് എന്ത് ഇഷ്ടക്കേടാ ഉള്ളേ? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ അല്ലേ യേശു? അലീന വന്നാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം. ആയി ശരി, എന്നെ അടുക്കളയിൽ നിർത്തിയിടങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണോ? ഞങ്ങളിങ്ങനെ വന്നപ്പോ അങ്ങനെ അതെ, നമ്മളിങ്ങനെ വെറുതെ ഓരോന്നായിട്ട് അലീനയൊക്കെ ഇടയിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പണ്ട് കേശുവിനും എന്നെയും എന്റെ ബ്രദറിനൊക്കെ എന്ത് കാര്യമാണ്, ഇപ്പൊ ഒരു മൈൻഡ് പോലും ഇല്ല. എന്തുവായിരുന്നു അങ്ങനെ പറയണ? അങ്ങനൊന്നും പറയല്ലോ കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യേശുവിന് വിഷമാവും. ഞാൻ എന്തായാലും പോവാണ്. പിന്നെ നീ പണ്ട് പറഞ്ഞ പോലെ പടലത്തും പിന്നെയും കൂടി കൊണ്ടുപോവോ? കണ്ടുപോലോ. അവിടെ പറഞ്ഞ എന്താ ചെമ്പരത്തി വരിക്കും തേൻ വരിക്കും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ നിൽക്കല്ലേ ഇവിടെ. എന്നാ നീ കണ്ടോ, ഞാൻ വരുമ്പോ ആ ചെമ്പരത്തി വരിക്ക തേൻ വരിക്കയില് ബഡ് ചെയ്യും. എന്നിട്ട് ഞാനത് മുള പൊട്ടുമ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് നടും. അല്ല ഹരിത, ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? എന്റെ അച്ഛൻ കർഷകനാണ്, അപ്പൊ പാടത്തൊക്കെ ഞാനും പോവാറുണ്ട്. ഇപ്പൊ ഞാൻ അത്ര മോശമൊന്നുമല്ല. എന്താ അല്ലേ, കൃഷി, പറമ്പ്, അമ്പലം, അമ്പലക്കോളം, വിനയം, എളിമ, പമ്മി പമ്മി പമ്മിയുള്ള ഈ സംസാരം, മൊത്തത്തിൽ ഒരു ആയുർവേദ കുട്ടി. ഒന്ന് പോയിച്ചി ആയുർവേദ കുട്ടി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.